ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ആയുധങ്ങൾ വിന്യസിച്ചു തുടങ്ങി എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശ് സർക്കാർ ഡ്രോണുകൾ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആളില്ലാ വിമാനങ്ങൾ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബംഗാൾ അതിർത്തിയിലാണ് ബംഗ്ലാദേശ് ഇത് വിന്യസിച്ചിരുന്നത്. ഇന്ത്യൻ സൈന്യം പറഞ്ഞിരുന്നത് അന്ന് ഇത് സെൻസിറ്റീവ് ഏരിയയാണ്, ഞങ്ങൾ ഇത് പരിശോധിച്ച് വരികയാണ് എന്നാണ്. എന്നാൽ യാതൊരുവിധ പ്രതിരോധ നടപടികൾക്കും മുതിരാതെ ഇരുന്ന ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അമിത്ഷായുടെ നിർദ്ദേശത്തിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വിന്യസിക്കാൻ പോവുകയാണ്. അതിർത്തി സുരക്ഷിതമാക്കാൻ സമഗ്രമായ ആന്റി ഡ്രോൺ യൂണിറ്റ് ആണ് ഇപ്പോൾ അമിത്ഷാ അവിടെ വിന്യസിക്കാനായി പറഞ്ഞിരിക്കുന്നത്. സമഗ്രമായിട്ടുള്ള ആന്റി ഡ്രോൺ യൂണിറ്റ് അവിടെ വിന്യസിക്കുന്നതിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരു പക്ഷി കുഞ്ഞു പോലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനോ, ഒരു ഡ്രോൺ പോലും പറന്നു പൊങ്ങാനോ, ഒരു ആളില്ല വിമാനം പോലും അവിടെ പാറിപ്പറക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആളില്ലാ വിമാനങ്ങളുടെ ഭീഷണി അതിർത്തിയിൽ അതിരിവിടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ നിലവിലത്തെ ഈ തീരുമാനം എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിയമപ്രകാരം ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഏത് രാജ്യമായിരുന്നാലും അതിർത്തിയിൽ ഡ്രോൺ വിന്യസിക്കുമ്പോൾ അത് ഇപ്പുറത്തുള്ള രാജ്യത്തെ കൂടെ അറിയിക്കണം എന്നുള്ളത് നമ്മുടെ നിയമമാണ്. എന്നാൽ ബംഗ്ലാദേശ് ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിനായി മുതിർന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോധ്പൂർ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ നിന്ന് 300 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ജോധ്പൂരിൽ 60ാമത് സൈനിക ഡേ പരേഡിലാണ് അമിത്ഷാ ഇക്കാര്യം ശക്തമായി സൈന്യത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ലേസർ സജ്ജീകരിച്ച ആന്റി ഡ്രോൺ ആണ് ഇപ്പോൾ അവിടെ വരുന്നത് എന്ന റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നു. നേരത്തെ പഞ്ചാബ് ഇൻഡോ പാക് അതിർത്തിയിൽ ഡ്രോൺ ന്യൂട്രലൈസേഷനും ഡിറ്റൻഷൻ കേസുകളും 3% നിന്ന് 55% വർദ്ധിച്ചിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ കോംപ്രഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മുടെ രാജ്യം അവിടെ അവലംബിച്ചിരുന്നു. CIIBMS എന്നാണ് ആ സിസ്റ്റത്തിൻ്റെ പേര്. അതോടുകൂടിയാണ് ഡ്രോൺ ന്യൂട്രലൈസേഷനും ഡിറ്റൻഷൻ കേസും 3% നിന്ന് 55% വർദ്ധിച്ചത്. വരും കാലത്തിൽ സമഗ്രമായ ഡ്രോൺ വിരുദ്ധ യൂണിറ്റ് ഇന്ത്യയുടെ സകല അതിർത്തികളിലും ഇന്ത്യൻ സൈന്യവും നമ്മുടെ പ്രതിരോധ മന്ത്രാലയവും നിർമ്മിച്ച് അവിടെ വിന്യസിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. 2023 110 ഡ്രോണുകളാണ് നമ്മുടെ അതിർത്തിയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 2014 260 ഡ്രോണുകളായി അത് ഉയർന്നിട്ടുണ്ട്. പാക് അതിർത്തിയിൽ നിന്നും നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രധാനമായും പാക് അതിർത്തിയിലെ വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മയക്കുമരുന്നും ആയുധങ്ങളും ഡ്രോൺ വഴി ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് മറികടക്കാനാണ് ഇത്തരത്തിലൊരു സംവിധാനം ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത്. പഞ്ചാബ്, ജമ്മു, രാജസ്ഥാൻ അതിർത്തിയിലും ഡ്രോണുകളുടെ ശല്യം രൂക്ഷമാണ്. പാകിസ്ഥാൻ 2289 കിലോമീറ്റർ അതിർത്തി ഇന്ത്യയുമായി പങ്കിടുന്ന ബംഗ്ലാദേശ് 4096 കിലോമീറ്റർ അതിർത്തി ഇന്ത്യയുമായി പങ്കിടുന്നുണ്ട്. ഇവിടെയാണ് ഇന്ത്യ CIBMS അതായത് കോംപ്രഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിന്യാസം നടന്നുകൊണ്ടിരിക്കുന്നത്. ആസാമിലെ ഡുബ്രയിൽ CIBMS എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അവിടെ വിന്യസിക്കാനായി അല്ലെങ്കിൽ അവിടെ പ്രാവർത്തികമാക്കാനായി അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അവിടെ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നില നമ്മൾ മെച്ചപ്പെടുത്തണം. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഡ്രോൺ യൂണിറ്റുകൾ ഇന്ത്യ വിന്യസിക്കണം. ഒരു പഴുതുപോലും അവിടെ നിന്നും ഇപ്പുറത്തേക്ക് നുഴഞ്ഞു കയറാൻ ഒരാൾക്കും കൊടുക്കരുത് എന്നുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.